സർക്കാർ മെഡിക്കൽ കോളേജുകളിലേക്കും ജനറൽ ജില്ലാ ആശുപത്രികളിലേക്കുമുള്ള ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിതരണം നിലച്ചു 2 മാസം കഴിഞ്ഞിട്ടും ഇടപെടാതെ സംസ്ഥാന സർക്കാർ കുടിശ്ശിക പെരുകിയതിനെ തുടർന്നാണ് വിതരണക്കാർ സ്റ്റെന്റ് വിതരണം നിർത്തിയത്. ഇതോടെ 4 മെഡിക്കൽ കോളേജുകളിലും 4 ജില്ലാ ആശുപത്രികളിലും 4 ജനറൽ ആശുപത്രികളിലും നടക്കുന്നത് അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രമാണ്. കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ കഴിഞ്ഞ 15 മാസത്തെ കുടിശ്ശിക 3,19 ലക്ഷം രൂപ. സ്റ്റെന്റ് വിതരണം നിലച്ചതോടെ ആൻജിയോപ്ലാസ്റ്റി മുടങ്ങിയിട്ട് ആഴ്ചകളായി. തിരുവനന്തപുരം, മഞ്ചേരി, തൃശൂർ, കളമശ്ശേരി മെഡിക്കൽ കോളേജുകളിലും കോടികളാണ് കുടിശ്ശിക. കഴിഞ്ഞ വർഷം ഡിസംബർ വരെയുള്ള കുടിശ്ശിക നൽകിയാൽ വിതരണം പുനരാരംഭിക്കാമെന്ന നിലപാടിലാണ് വിതരണക്കാർ. സഹകരിക്കാൻ പറ്റുന്ന മാക്സിമം സഹകരിച്ചിരുന്നു. ഇനി അങ്ങോട്ട് നമുക്ക് ഇനിയും പേയ്മെന്റ് കിട്ടിയില്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെക്കാനുള്ള സ്റ്റോക്കും കൂടെ കൊടുക്കാൻ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് നമ്മൾ സ്ട്രൈക്ക് എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറിയത്. ഈ എമൗണ്ട് കിട്ടിയില്ലെങ്കിൽ പല ഡിസ്ട്രിബ്യൂട്ടേഴ്സും ക്ലോസ് ഡൗൺ ചെയ്യേണ്ടി വരും. കാരണം ഈ കമ്പനികൾക്ക് പേയ്മെന്റ് ഒന്നും പെൻഡിങ് ഇല്ല. അതേസമയം നമുക്ക് ഹോസ്പിറ്റലിൽ പേയ്മെന്റ് പെൻഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ബിസിനസ്സിനെ സ്റ്റോപ്പ് ചെയ്യുന്ന ഘട്ടത്തിലേക്കാണ് പോകുന്നത്. 90 days ആണ് നമ്മൾ ക്രെഡിറ്റ് പീരീഡ് ഓഫർ ചെയ്തത്. കാരണം ഇത് 8% മാർജിനേ ഉള്ളൂ. സർക്കാർ നിശ്ചയിച്ച മാർജിനാണ് 8%. ഈ 8%ൽ നമുക്ക് മാക്സിമം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു 30 to 90 days ക്രെഡിറ്റ് ആണ്. സംസ്ഥാനത്ത് 44 വിതരണക്കാരാണ് നിലവിലുള്ളത്. ഇവരുമായി ചർച്ച നടത്താനും സർക്കാർ തയ്യാറായിട്ടില്ല. സർക്കാർ ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്താൻ മാസങ്ങളോളം കാത്തു നിൽക്കേണ്ട സാഹചര്യമായതിനാൽ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്ന രോഗികളുടെ എണ്ണവും വർദ്ധിച്ചു. റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.